സമയം രാവിലെ 5:30. ഇനി ബാംഗ്ലൂർ ടു കണ്ണൂർ. അപ്പോൾ ആൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പുതിയ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലാണ് ഞാനുള്ളത്. പെട്രോൾ റിസർവിലായിട്ട് കുറച്ച് നേരമായി. ഐ തോട്ട് എക്സ്പ്രസ് വേയിൽ പെട്രോൾ പമ്പ് ഉണ്ടാവുമെന്നും അവിടെ നിന്ന് അടിക്കാമെന്നാണ്. കുറേ നേരം സഞ്ചരിച്ചിട്ടും അങ്ങനെയൊന്നും കാണാത്തതുകൊണ്ട് അവസാനം ഞാൻ എക്സിറ്റ് അടിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി പുറത്തൊരു പെട്രോൾ പമ്പിൽ നിന്ന് ടാങ്ക് ഫില്ല് ചെയ്യേണ്ടി വന്നു. സോ ഈ റൂട്ടിൽ വരുന്നവർ പെട്രോൾ ടോപ്പപ്പ് ചെയ്ത് എക്സ്പ്രസ് വേയിൽ എൻട്രി ചെയ്യുന്നത് നന്നായിരിക്കും. ഏകദേശം 119 കിലോമീറ്റർ ലെങ്ത്തുള്ള ഈ ഒരു എക്സ്പ്രസ് വേയിൽ ഇടയിൽ പെട്രോൾ അടിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അടിപൊളി റോഡാണ്. 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഇതാ മൈസൂർ എത്താൻ പോവുകയാണ്. മൈസൂർ എത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് കിട്ടി. മൈസൂർ മസാല ദോശയും കോഫിയും. ഇവിടുത്തെ മസാല ദോശയ്ക്ക് ഒരു സൂപ്പർ ടേസ്റ്റാണ്. അതുകൊണ്ട് ഒന്നുകൂടി കഴിച്ച് ഞാൻ ഇറങ്ങി. ചുവന്ന നിറത്തിൽ പൂത്തു നിൽക്കുന്ന മരങ്ങൾക്കിടയിലൂടെ നീണ്ടു കിടക്കുന്ന റോഡ്, ഇരുവശത്തും പച്ചപ്പും വണ്ടിയിൽ ലൈറ്റ് മ്യൂസിക്കും. യു ക്യാൻ ഇമാജിൻ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു സുഖം. കുറച്ചു നേരം വണ്ടി നിർത്തി ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇറങ്ങി റിലാക്സ് ആയിട്ട് വീണ്ടും ജേണി കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ നാഗർഹോൾ ടൈഗർ റിസർവിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ നാച്ചുറിൻ്റെ കളറങ്ങ് മാറി. എങ്ങും പച്ചപ്പും മഞ്ഞപ്പൂക്കളും. എന്ത് രസമാണെന്നറിയോ ഈ റൂട്ടിലൂടെയുള്ള യാത്ര. പ്രകൃതി ഭംഗി ആസ്വദിച്ച് റിലാക്സ് ആയി ഒരു ഡ്രൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂർഗ് ഗോണിക്കൊപ്പ വഴി ഈ റൂട്ടിൽ ഒന്ന് ട്രാവൽ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. അങ്ങനെ ഇരിട്ടി മാക്കൂട്ടം വഴി ഞാൻ ഇതാ കേരളത്തിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്. 3 days സോളോ ട്രിപ്പ്. എനിക്കൊരു പ്രത്യേക അനുഭവമായിരുന്നു. ഇനി നാട്ടിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ബൈ ബൈ.